മെഷിയാവിൻ്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങളൊന്ന് വായിക്കാം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കാൻ വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അമേൻ സ്തോത്രം, ഹല്ലേലൂയ. മുമ്പുള്ളവയെ ഓർത്താൽ ആമേൻ സ്തോത്രം, പണ്ടുള്ളവയെ ഓർത്താൽ ആമേൻ ഹല്ലേലൂയ. പ്രശംസിപ്പാൻ തക്കവണ്ണം നിൻ്റെ ജീവിതത്തിനകത്തൊന്നുമില്ലായിരിക്കാം, ഹല്ലേലൂയ. അല്ലെ സന്തോഷിപ്പാൻ തക്കവണ്ണം നിൻ്റെ ജീവിതത്തിനകത്ത് ഒന്നുമില്ലായിരിക്കാം, ഹല്ലേലൂയ. അല്ലെ അത് ഓർക്കുമ്പോൾ നിൻ്റെ ആമേൻ അവസ്ഥ ഒന്നും കൂടെ ഭാരത്തിലാകുമായിരിക്കും, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒന്നും കൂടെ അത് ആലോചിക്കുമ്പോൾ മനസ്സ് മരവിക്കുമായിരിക്കും. എന്നാൽ കർത്താവ് പറയാം, അത് നീ ഓർക്കണ്ട, പുതിയതൊന്ന് നിനക്ക് വേണ്ടി ഞാൻ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി? ദൈവം നമ്മളെ ബലപ്പെടുത്തുക. ആമേൻ മുമ്പ് അഭിഷിക്തം പറഞ്ഞതുപോലെ യേശുവിൻ്റെ ആമേൻ ഒരു വാക്ക് മതി, അല്ലെ യേശു ഒന്ന് വന്നാൽ മതി. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നീ ഇരുന്നത് പോലെ നീ ഇനി ഇരിക്കത്തില്ല. ആമേൻ പുതിയ ചിലത് നിനക്ക് വേണ്ടി ഞാൻ തുറക്കാൻ പോകുക. പുതിയ ചില അനുഭവത്തിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാൻ പോകുക. പുതിയ ചില വാഗ്ദത്തങ്ങൾ നിനക്ക് തരാൻ പോകുക. പഴയ വാഗ്ദത്തങ്ങൾ കേട്ടായിരിക്കും നീ മുന്നോട്ട് വന്നത്, പഴയ വാഗ്ദത്തം കേട്ടായിരിക്കും നീ ആരാധിച്ച് ശക്തപ്പെട്ടത്. പക്ഷെ അതല്ല, പുതിയ ചില വാഗ്ദത്തങ്ങൾ അതാണ് നിന്റെ കരത്തിൽ ഞാൻ തരാൻ പോകുന്നത്. കേട്ട വാഗ്ദത്തങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, കേട്ട വാഗ്ദത്തങ്ങളൊന്നും തുറക്കുന്നില്ലല്ലോ എന്ന് ആമേൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവരോട് ദൈവം പറയുക, അത് എന്നോട് അടുപ്പിക്കാൻ, നിന്നെ എന്നോട് അടുപ്പിക്കാനുള്ള ഒരു മാർഗമായി നീ കണ്ടാൽ മതി. ഇനിയുള്ള വാഗ്ദത്തമാണ് നിനക്ക് വേണ്ടി ഞാൻ തരാൻ പോകുന്നത്. ആമേൻ. ഭവനത്തിന്റെ മൂലയ്ക്കകത്ത്, അല്ലെ ദേശത്തിന്റെ മൂലയ്ക്കകത്ത് എവിടെ ഒതുക്കപ്പെട്ടു പോയ ദൈവ പൈതലേ, എവിടെ ഇരുന്നു പോയ ദൈവ പൈതലേ, അല്ല നിന്നെ അമർത്തി വെച്ച ദൈവ പൈതലേ, അവൻ അവിടെ ഇരുന്നു പോകാൻ പിശാച് ആഗ്രഹിച്ചപ്പോ ചില വാഗ്ദത്തങ്ങൾ തന്ന് എഴുന്നേൽക്കാത്ത നിന്നെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ ആമേൻ ഹല്ലേലൂയ, നിന്നെ ആമേൻ സ്വന്തം വേരുറപ്പിച്ച് നിർത്തിയിടത്ത് നിന്ന് അവൻ അവിടെ ഒതുങ്ങിപ്പോകാൻ ശത്രു പ്ലാനിട്ട ചില പദ്ധതിക്കകത്തുനിന്ന് നീ എഴുന്നേറ്റ് വരണമെങ്കിൽ ദൈവം സംസാരിക്കണം. ഹല്ലേലൂയ. നിനക്കൊരു ആമേൻ സ്വന്തം ഹല്ലേലൂയ ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ, ആമേൻ നിനക്കൊരു കിളിർപ്പുണ്ടാകണമെങ്കിൽ, ആമേൻ സാക്ഷാൽ നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവം നിന്നോട് സംസാരിക്കണം. അതാണ് നിനക്ക് തന്ന വാഗ്ദത്തം. അവൻ വാഗ്ദത്തം സംഭവിച്ചില്ലെന്ന് പറഞ്ഞ് പിശാച് നിന്നെ ഇന്നും ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവനെ നോക്കി പറ, ഇത് നടത്തുന്ന ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചതാ. ഓ ഭവനത്തിന്റെ പാരമ്പര്യത്തിനകത്ത്, ദേശത്തിന്റെ പാരമ്പര്യത്തിനകത്ത് നിനക്ക് എഴുതി വെച്ച രേഖ, ഇതിലൂടെ നീ സഞ്ചരിക്കണം. ഇതാ നിന്റെ വഴി. ഇവിടെ നീ ഒതുക്കപ്പെടും, ഇവിടെ നീ തീർന്നു പോകും. അത് ദൈവമല്ല, അവൻ പിശാച് പറഞ്ഞു വെച്ചപ്പോൾ ദൈവം ചില വാഗ്ദത്തങ്ങൾ കൂടി പുതിയൊരു വഴി നിനക്കായി വെട്ടിയതാ. ഹല്ലേലൂയ. ഇന്ന് വരെ നീ വന്നതല്ല, ഇന്നലെ വരെ നീ കടന്നു വന്നതല്ല, പുതിയത് ചിലത്. ഹല്ലേലൂയ. പിശാച് മുമ്പുള്ളവയെ നിന്നെ ഓർമ്മിപ്പിക്കുക, പണ്ടുള്ളവയെ പറഞ്ഞ് നിന്നെ വീഴ്ത്തുക. എന്നാൽ ദൈവം പറയുക, പുതിയത് ചിലത്. ആമേൻ ഹല്ലേലൂയ. പുതിയ ചില വാതിലുകൾ, പുതിയ ചില അനുഗ്രഹങ്ങൾ, പുതിയ ചില ദൈവ പദ്ധതികൾ. ആമേൻ ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലെ വാഗ്ദത്തങ്ങൾ നീ കേട്ട് ദൈവസഭയോട് അടുത്തു, യേശുവോട് അടുത്തു, ആരാധനയ്ക്ക് വരാൻ തുടങ്ങി, കണ്ണടയ്ക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, അന്യഭാഷ പറയാൻ തുടങ്ങി. ദൈവം ആഗ്രഹിച്ച നിലയിലേക്ക് വാഗ്ദത്തങ്ങൾ പറഞ്ഞ് ദൈവം നിന്നെ കൊണ്ടുവന്നത്. ആമേൻ സ്തോത്രം. പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കാൻ വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞതുപോലെയല്ല, ആമേൻ കഴിഞ്ഞ നാളുകളിൽ നീ കേട്ടതുപോലെയല്ല. ഇനി പറയുന്ന വാഗ്ദത്തങ്ങൾ അത് ഇപ്പോൾ ഉത്ഭവിക്കാനുള്ളതാ. നിന്റെ ഭവനത്തിനകത്ത് ഇപ്പോൾ പുറത്തു വരാനുള്ളതാ. നിന്റെ ജീവിതത്തിനകത്ത് ഇപ്പോൾ പുറത്തു വരാനുള്ളതാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അന്നാ നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഹല്ലേലൂയ. ഇത് നിനക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെയാ പറയുന്നത്, ഇത് ഞാൻ നിനക്ക് വേണ്ടി തുറക്കും.
മരുഭൂമിയിൽ പെട്ടുപോയ നീ, ആമേൻ, നിർജ്ജന പ്രദേശത്ത് ഒരു വെള്ളം പോലുമില്ലാതെ നിൽക്കുന്ന നീ, പിശാച് കൊണ്ടാക്കിയ നിന്നെ ദൈവം ആമേൻ, ഹല്ലേലൂയ. പണ്ട് തൊട്ട് നീ മരുഭൂമിക്കകത്തല്ലായിരുന്നു. ആമേൻ, പണ്ട് തൊട്ട് നീ നിർജ്ജന പ്രദേശത്തല്ലായിരുന്നു. നാളുകളായി നിന്റെ ചെവിയിൽ വന്ന് പിശാച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകം, ഈ മരുഭൂമി നിനക്ക് എന്നെ ഉണ്ടാക്കാൻ പറ്റും, ഈ നിർജ്ജന പ്രദേശത്ത് നിന്നെ തേടി ആര് വരും? എന്താ ദൈവം പറയുക, അവിടെ തന്നെ ഒരു വഴി ഞാൻ തുറക്കുക, അവിടെ തന്നെ നദി ഞാൻ തുറക്കുകയാ. നാളുകളായി പിശാച് വന്നിനോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണോ, നിനക്ക് സാധ്യതയില്ലെന്നത് എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത്, അവിടെ തന്നെ പേര് ചൊല്ലി ദൈവം നിനക്കൊരു വഴിയോ, അവൻ നിനക്കൊരു നദിയോ, അവൻ ആയുഷ്കാലം നിനക്ക് കുടിക്കാൻ, അവൻ ഒരിക്കലും ആരും തെറ്റിക്കാത്ത വിധം നിനക്കൊരു വഴിയും ദൈവം തുറക്കുകയാ. ഇന്നലെ വരെയുള്ള നിന്റെ പ്രതിസന്ധി, ഇന്നലെ വരെ കടന്നുപോയ നിന്റെ പ്രതികൂലം, ആമേൻ, ഇന്നലെ നീ ഓർത്ത് കരഞ്ഞ വിഷയം, ഇന്നലെ നീ ഓർത്ത് ഭാരപ്പെട്ട വിഷയം, ഇതിനകത്തുനിന്ന് പുറത്തു വരത്തില്ലെന്ന് നീ തന്നെ ഉള്ളിൽ കുറിച്ചു വെച്ച ചില വിഷയങ്ങൾക്കകത്ത് ദൈവം പറയുക, ഇന്നലെ വരെയുള്ളതല്ല, ഇന്ന് നിന്റെ ചരിത്രം മാറും, ഇന്ന് നിനക്കൊരു പുതിയ വഴി തുറക്കും. അതൊരിക്കലും നീ അത് ആഗ്രഹിക്കാത്ത തലത്തിൽ, നീ ചിന്തിക്കാത്ത തലത്തിൽ നാളെ എന്താ നടക്കുന്നത് നിന്റെ മനസ്സിൽ നിനക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. നാളെ എന്താ നടക്കുന്നത് അവൻ ഒരിക്കലും നിനക്ക് നിരൂപിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ എന്റെ സാന്നിധ്യത്താൽ, ആമേൻ, സ്തോത്രം, സാന്നിധ്യം വന്ന ചിലത് തുറക്കും. ഹല്ലേലൂയ. സാന്നിധ്യം വന്ന ചില മാറ്റങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. സാന്നിധ്യം വരണമെങ്കിൽ, ആമേൻ, ഇല്ലാത്തത് സാന്നിധ്യമായി വരണമെങ്കിൽ യേശുവിൻ്റെ പേര് മുഴങ്ങണം, യേശുവിൻ്റെ ശബ്ദം മുഴങ്ങണം, യേശുവിൻ്റെ നാമം തുറന്നു വരണം. ആമേൻ, യേശുവിൻ്റെ നാമം തുറന്നാൽ ഇതുവരെയുള്ളതല്ല, പുതിയത് ചിലത്. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളൊരു വചനഭാഗമാ, നമ്മൾ ഒത്തിരി വായിച്ചിട്ടുള്ളൊരു വചനഭാഗമാ, നമുക്കെല്ലാം കാണാപ്പാടം അറിയാവുന്നൊരു ഭാഗമാ. എങ്കിലും ഞാൻ അവിടുത്തെ ഒരു കാര്യം പറയാം. ആമേൻ, അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിനകത്ത്, ആമേൻ, സൂത്രം ഇങ്ങനെയുണ്ട്: ഇവൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നവനെന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയം പരിഭ്രമം നിറഞ്ഞവരായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഹല്ലേലൂയ. ഇവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, അവൻ, ആമേൻ, സ്തോത്രം, നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനം കണ്ടു. ആമേൻ, സ്തോത്രം. ആ ഭാഗം നമുക്കറിയാം. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഒരു മനുഷ്യനിരുന്ന് ഭിക്ഷയാചിക്കുന്നു. അവൻ അമ്മയുടെ ഗർഭപാത്രം മുതൽ, അവൻ മുടന്തനായവൻ. ആമേൻ, സ്തോത്രം. അതെന്താ ഇവിടെ എടുത്തു പറഞ്ഞെന്ന് വെച്ചാൽ, അവൻ നടക്കാൻ ഒരു സാധ്യതയുമില്ല. അവൻ ജനിച്ചു വീണതിന് ശേഷം വേറെന്തെങ്കിലും കാരണത്താൽ അവൻ മുടന്തനായതല്ല. അവൻ അമ്മയുടെ ഉദരത്തിനകത്തുനിന്ന് വന്നത് തന്നെ ഇങ്ങനെ. ഹല്ലേലൂയ. അവൻ ഒരു സാധ്യതയുമില്ലാത്തൊരു ജീവിതം ജീവിക്കാനാ അവൻ പുറത്തു വന്നത്. ഹല്ലേലൂയ. എന്നാൽ പത്രോസും യോഹന്നാനും അടുത്തേക്ക് ചെന്ന്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അവനോട് പറഞ്ഞത്, നസറയനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്ക. ഹല്ലേലൂയ. അവൻ ഇതുവരെ അവൻ കേട്ടിട്ടില്ലാത്തൊരു വാചകം. ഹല്ലേലൂയ. ദേവാലയത്തിനകത്ത് എന്താ നടക്കുന്നത് അവൻ അറിയത്തില്ല. പക്ഷെ ഇതുവരെ കേൾക്കാത്തൊരു വാചകം അവൻ കേൾക്കുക. നസറയനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അവൻ എഴുന്നേറ്റു. ഹല്ലേലൂയ.
ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവനെക്കുറിച്ച് മറ്റുള്ളവർ സാക്ഷ്യം പറഞ്ഞതാ. കാരണം അവർ നോക്കി പറഞ്ഞതെന്നറിയോ, അവൻ നടക്കാനൊരു സാധ്യതയുമില്ലല്ലോ, ഇവൻ ദൈവത്തെ ഇങ്ങനെ പുകഴ്ത്തുന്നതിൻ്റെ കാരണം എന്താ? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ അവർ പറയത്തക്ക വിധം അവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം അവൻ്റെ മേൽ ചലിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞത്, ഇതുവരെ കേട്ടത് പോലെയല്ല, ഇന്നലെ നീ വന്നിരുന്നത് പോലെയല്ല, നീ എഴുന്നേൽക്കുന്നത് ഒരു ചരിത്രത്തോടെ. ആമേൻ, സ്വന്തം നമുക്കറിയാവുന്ന വേദഭാഗമാ. ഇവിടെ എഴുതിട്ടറിയാം, അവനെ കൊണ്ട് ചിലർ കൂടി അവനെ ചെന്ന് അവൻ ദേവാലയത്തിൽ ഇരുത്തിയിട്ട് അവർ ദേവാലയത്തിലേക്ക് കടന്നു പോകും. ആമേൻ, സ്വന്തം ഇതുവരെ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. നാളെയും അത് തന്നെ സംഭവിക്കുമെന്നാണ് അവൻ്റെ മനസ്സുറച്ചത്. അല്ലെങ്കിൽ നാളെ അവൻ ഇരുത്തിയവരും ആലോചിക്കുന്നത് നാളെയും ഇവനെ കൊണ്ട് ഇങ്ങനെ ഇരുത്തണമല്ലോ. ഇരുന്നവനും അത് അങ്ങനെ തന്നെ ആലോചിച്ചിരുന്നപ്പോൾ, എന്നാൽ ദൈവം ചിലത് ഹല്ലേലൂയ, പുതിയതായി അവന് ചിലത് ഇനി ദേവാലയത്തിൽ അവൻ ആരും എടുത്തോണ്ട് വരത്തില്ല. അവൻ തുള്ളിച്ചാടി മഹത്വപ്പെടുത്തിക്കൊണ്ട് ദേവാലയത്തിനകത്ത് കയറും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതാ ദൈവമക്കളെ, നീ ഇതുവരെ കേട്ടതുപോലെ അല്ല ഇന്നെന്നെ ഉത്ഭവിക്കാൻ പോകുന്ന നിനക്കറിയത്തില്ല. ഇന്നെന്നെ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം തുറക്കാൻ പോകുന്ന നിനക്കറിയത്തില്ല. അതൊരൊറ്റ വാക്കിനകത്ത്, ആ സാന്നിധ്യത്തിനകത്ത് അത് തുറന്നു വരാൻ പോകുകയാ. അതുകൊണ്ട് നീ പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട. ഇതാ പുതിയതൊന്ന് നിന്റെ ലൈഫിൽ ദൈവം തുറക്കാൻ പോകുക. പുതിയതൊന്ന് ലൈഫിൽ തുറക്കാൻ പോകുക. നീ ചിന്തിക്കാത്ത, നിന്റെ മനസ്സിൽ പോലും ഇല്ലാത്ത. ഹല്ലേലൂയ. അതുപോലെ ചില പുതിയ ആമേൻ, സ്തോത്രം, അനുഗ്രഹങ്ങൾ, ആമേൻ, പുതിയ ചില വാഗ്ദത്തങ്ങൾ ആമേൻ ദൈവം നിന്റെ മേൽ തുറക്കുന്നത് അടച്ചു വെക്കാനല്ല, ഉത്ഭവിച്ചു വരാൻ. ഹല്ലേലൂയ. പുതുതായി തുറന്നു വരാൻ, ആമേൻ, പുതുതായി പ്രാപിക്കുവാൻ. നഷ്ടങ്ങളെ ഓർക്കണ്ട. അവൻ നിനക്ക് നഷ്ടം വന്നായിരിക്കാം, സാമ്പത്തികമായി നഷ്ടം വന്നേക്കാം, ശാരീരികമായി നഷ്ടം വന്നേക്കാം. നീ ഇന്നും ജീവനോടുണ്ടല്ലോ, അതുകൊണ്ട് നിനക്ക് വാഗ്ദത്തം തുറക്കും. നഷ്ടങ്ങളുടെ കണക്ക് ചരിത്ര പുസ്തകത്തിൽ എഴുതാനല്ല യേശു നിന്നെ വിളിച്ചത്. നഷ്ടങ്ങളുടെ കണക്ക് ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്താനല്ല നിന്നെ വിളിച്ചത്. ആമേൻ, നീ ഒരു ചരിത്രമാകാൻ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദിവസങ്ങൾ അങ്ങനെ വാഗ്ദത്തങ്ങൾ തുറന്നു വരട്ടെ. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ആത്മമണ്ഡലം തുറക്കട്ടെ. നീ ഇതുവരെ കേട്ടതല്ല, ഇനി ഉത്ഭവിക്കാനുള്ളതോ കേൾക്കത്തുള്ളൂ. ഇനി കേൾക്കുന്ന വാഗ്ദത്തങ്ങൾ ഉത്ഭവിക്കാനുള്ളതാ. അടിയുറച്ച് വിശ്വസിച്ചോ, അവൻ കയറമുറയെത്തി പ്രാർത്ഥിച്ചോ. ഇനി യേശുവേ, ഞാൻ കേൾക്കുന്ന വാഗ്ദത്തം ഉത്ഭവിക്കാനുള്ളതാ. ഇനി ഞാൻ വാഗ്ദത്തം കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഉത്ഭവിക്കാനുള്ളതാ. ഇനി ഞാൻ വാഗ്ദത്തം കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ പ്രാപിക്കാനുള്ളതാ. ഇനി ഞാൻ വാഗ്ദത്തം കേൾക്കുന്നുണ്ടെങ്കിൽ അത് നാളെ എന്റെ സാക്ഷ്യമാ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ.